സോ പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മാച്ച് അങ്ങനെ അവസാനത്തെ ഒരു ഗൊൺസാലോ റാമോസിൻ്റെ ഗോളിൽ പോർച്ചുഗൽ റിയലി ഡൺ എ റെമോൺടാഡ. നമുക്ക് ക്രൊയേഷ്യനോട് റെമോൺടാറ്റ എന്ന് പറയുന്ന ഒരു ലുക്കാ മോഡ്രിച്ചിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർനാഷണൽ മാച്ചായിരിക്കും. അതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. ഓഫ് കോഴ്സ് ഈ ഒരു മാച്ചിൽ ഒന്നല്ലെങ്കിൽ റൊണാൾഡോ അല്ലെങ്കിൽ ലുക്കാ മോഡ്രിച്ച് ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും, ലാസ്റ്റ് മാച്ച് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് എ വേൾഡ് കപ്പ്, ദിസ് ഇസ് എൻ എൻ്റർടൈനിങ് മാച്ച്. ഈ മാച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിയലി എ ഡ്രമാറ്റിക് മാച്ച് എന്നൊക്കെ ഈ ഒരു മാച്ച് നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും. ഫസ്റ്റ് ഹാഫ് ഈസ് ഓക്കെ, ഒരു ബോറിംഗ് ആയിരുന്നു, കംപ്ലീറ്റ് ഒരു പോർച്ചുഗൽ ഡോമിനേഷൻ ആയിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫ് വാസ് എ സിനിമ, സെക്കൻഡ് ഹാഫ് വാസ് എ ത്രില്ലർ എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാച്ച്. വാട്ട് എ മാച്ച്. അവസാനത്തെ ആ ഒരു ഗാർഡിയോളൻ്റെ ഗോളും അത് ഡിസലോയിങ്ങും ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ആ ഒരു പെനാൽറ്റി, നോക്കൗട്ടിലെ ഫസ്റ്റ് ഗോളും, ആ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ആ ഒരു പെനാൽറ്റി കിട്ടിയ ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു പെനാൽറ്റിയാണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ എൻ്റെ കണ്ടൻസും കാര്യങ്ങളും വേൾഡ് കപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് നമുക്ക് പോർച്ചുഗലിൻ്റെ ലൈനപ്പിലോട്ട് വരാം. ഡിയാഗോ കോസ്റ്റ. ഓക്കെ, കോസ്റ്റ വാസ് ബ്രില്യൻറ്റ് ആസ് യൂഷ്വൽ, ബ്രില്യൻറ്റ്. കൊളംബിയനായിട്ട് നമ്മൾ ഏതാണ് കോസ്റ്റിനെ കണ്ടത്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ഒരു മാച്ചിൽ കണ്ടത്. റൂബൻ ഡിയാസ്, വിയേഗ, അവർ രണ്ടുപേരും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തു. വിയേഗ എസ്പെഷ്യലി നല്ലൊരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തു. റൂബൻ ഡിയാസ് നമ്മൾ കഴിഞ്ഞ മാച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാച്ചിൽ ഇച്ചിരി കുറവായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ആൻ ആവറേജ് പെർഫോമൻസ്. റൈറ്റ് ബാക്കിൽ ജാവോ കാൻസെലോ മോശം പെർഫോമൻസ് ആയിരുന്നു, ഒരു ഇച്ചിരി മോശം പെർഫോമൻസ് ആയിരുന്നു. ലെഫ്റ്റ് ബാക്കിൽ ന്യൂനോ മെൻഡസ് പറ്റുന്ന പോലെ ബേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി PSG കാണുന്ന ആ ഒരു ക്ലാസ് നമുക്ക് അവർ ന്യൂനോ മെൻഡസിനെ ഇവിടെ കണ്ടിട്ടില്ല. വിറ്റീനിയ, ജാവോ നവാസ്, ഈ രണ്ട് മിഡ്ഫീൽഡാണ് ഈ ഒരു സീസണിലെ പോർച്ചുഗലിൻ്റെ ഒരു പ്രൈഡ് എന്നൊക്കെ പറയുന്നത്. രണ്ട് ടു ഡിഫെൻസീവ് ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് എന്നൊക്കെ പറയുന്ന കറണ്ട് സിനാരിയോയിൽ PSG അതിഭീകര പെർഫോമൻസ് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ചാമ്പ്യൻസ് ലീഗ് PSG എടുത്തു കൊടുക്കുന്നു. ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗ് PSG നേടാനുള്ള ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ജേർണി, ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുമാണ്. പക്ഷേ ഈ ഒരു പോർച്ചുഗലിൽ വേൾഡ് കപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. 65ാമത്തെ മിനിറ്റ് ആയ സമയത്ത് വിറ്റീനിനെ മാറ്റി കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. ഓക്കെ, അവിടെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവർക്ക് ആ ഒരു ഡോമിനേഷൻ, PSG നടത്തുന്ന ആ ഒരു ഡോമിനേഷൻ അവർക്ക് പോർച്ചുഗൽ മിഡ്ഫീൽഡിൽ നടത്താൻ പറ്റുന്നില്ല. നമുക്കറിയാം ഈ ഒരു മാച്ച് ജസ്റ്റ് മിസ്സാണ് ക്രൊയേഷ്യനായിട്ട് തോൽക്കാതിരുന്നത്. പോർച്ചുഗൽ പോലത്തെ ഇത്രയും സ്റ്റാർസുള്ള, ഇത്രയും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സുള്ള ഒരു ടീമിനെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ക്രൊയേഷ്യ പോലത്തെ ടീമിനെ, ക്രൊയേഷ്യ മോശമാണെന്നല്ല, ദേ ആർ ആൾസോ, ബട്ട് പോർച്ചുഗൽ ഈസ് പോർച്ചുഗൽ, ദേ പ്ലേയേഴ്സ് ഈസ് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ്. ഇങ്ങനെ ഒരു ടീമിനെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇതിലോട്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എസ്പെഷ്യലി വിറ്റീനിയ, ജാവോ നവാസ്, ഈ ഒരു ഏരിയ വളരെ വീക്കാണ്. മിഡ്ഫീൽഡൊക്കെ സെക്കൻഡ് ഹാഫിൽ എജ്ജാതി കൺട്രോളാണ് ക്രൊയേഷ്യ നടത്തിയത്. ഫസ്റ്റ് ഹാഫിൽ ഓക്കെ, ഇറ്റ്സ് വർക്ക്ഡ്. സെക്കൻഡ് ഹാഫിൽ ലിറ്ററലി പെരിസിച്ച് ലുക്കാ മോഡ്രിച്ച് ആൻഡ് ടീം ദേ ഹാവ് ജസ്റ്റ് ഡൺ എ ബ്രില്യൻറ്റ് ഹോംവർക്ക് ഇൻ ദാറ്റ് ഹാഫ് ടൈമിൽ നല്ലൊരു ഹോംവർക്ക് അവിടെ നടത്തിയിട്ടുണ്ട്. എങ്ങനെ ഈ ഒരു പോർച്ചുഗീസ് മിഡ്ഫീൽഡിനെ ലിറ്ററലി ബ്രീച്ച് ചെയ്ത് അവരെ കില്ല് ചെയ്യുക എന്നുള്ള കാര്യം അത് വളരെ കൃത്യമായിട്ട് സെക്കൻഡ് ഹാഫിൽ കണ്ടു. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ആൾസോ എ വേൾഡ് ക്ലാസ് പ്ലെയർ. ഇറ്റ്സ് പോരടേ, ടു ബി ഫ്രാങ്ക് പോരാ. എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ബ്രൂണോൻ്റെ പെർഫോമൻസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നമ്മൾ എങ്ങനത്തെ ബ്രൂണോനെയാണ് കാണുന്നത്. ഒരു ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നമ്മൾ കാണാറുണ്ട്, ഒരു നല്ലൊരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, നല്ലൊരു പൊസഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്, നല്ല ക്രിയേറ്റീവ് പാസസ് കൊടുക്കാറുണ്ട്. ഈ ബ്രൂണോ ഫെർണാണ്ടസ് കാരണം ബാക്കിയുള്ള പ്ലേയേഴ്സിന് സ്പേസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ. പക്ഷേ ഇവിടെ നല്ലൊരു ബോൾ കിട്ടി, റൊണാൾഡോ നല്ലൊരു റണ്ണ് കിട്ടിയാൽ നല്ലൊരു ബോൾ കൊടുക്കാം. ആ ഒരു മൈൻഡ് സെറ്റാണ് ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ്, അദ്ദേഹത്തിന് കോച്ച് കൊടുത്ത റോൾ അങ്ങനത്തെ ഒരു റോൾ ആയതുകൊണ്ടാണോ, ഐ ഡോണ്ട് നോ വൈ, എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് ഈസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അത്രയേ ഉള്ളൂ. ലെഫ്റ്റിൽ റാഫേലിയോ പറ്റുന്ന പോലെ, റാഫേലിയോൻ്റെ വന്നു നല്ല സ്പീഡി ആയിട്ടുള്ള കുറേ അറ്റാക്കുകൾ വരുന്നുണ്ട്. അവിടെ ജാവോ ഫെലിക്സ് ആയാലും എനിക്ക് ഓക്കെയാണ്. പക്ഷേ അവിടെ മറ്റേ പുള്ളി വരരുത്, പേരിയാൻ വിട്ടു, എന്തായാലും വിട്. ജാവോ ഫെലിക്സും പിന്നെ അതുപോലെ തന്നെ ഈ റാഫേലിയോ ആയാലും കുഴപ്പമില്ല. റാഫേലിയോൻ്റെ ആ പെരിസിച്ച് ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്ത സമയത്ത് അതിൻ്റെ കൗണ്ടറായിട്ട് അതിന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പോർച്ചുഗൽ. അതിൻ്റെ ആ സമയത്ത് റാഫേലിയോൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ബാർമ തട്ടിപ്പോയി പോരെ പൊളി. ഓക്കെ, പിന്നെ റൈറ്റ് വിങ്ങിൽ പെഡ്രോ നെറ്റോ കഴിഞ്ഞ മാച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ മാച്ചിൽ കുറച്ച് മെച്ചമുണ്ട്. ഓക്കെ, ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഓഫ് കോഴ്സ് ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഒരു വാർ ചെക്ക് ചെയ്ത സമയത്ത് ഒരു ഗോൾ ഡിസലവ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ പെനാൽറ്റി, ഓഫ് കോഴ്സ് ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഒരു ഗോൾഡൻ മൊമെൻ്റ് ആണത്. അത് എല്ലാ പോർച്ചുഗലിൻ്റെ ഓഡിയൻസിന് അറിയായിരിക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഫസ്റ്റ് നോക്കൗട്ട് ഗോളാണ്. ഇതുവരെ റൊണാൾഡോനെ എല്ലാവന്മാരും കളിയാക്കിയത്, ക്രിസ്ത്യാനോ ഒരു ഒറ്റ നോക്കൗട്ട് ഗോളില്ല. മറ്റേ വേറെ ആർക്കൊക്കെ ഏതോ ഒരു പ്ലെയറിന് ഏതെങ്കിലും ഒരു ലോക്കൽ പ്ലെയറിൻ്റെ പേരെടുത്ത് പറഞ്ഞു കണ്ട്, ലോക്കൽ പ്ലെയർ ഐ മീൻസ് അങ്ങനെ ലോക്കൽ എന്നല്ല, ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ചെറിയ ടീമിലുള്ള ഒരു പ്ലെയറിൻ്റെ പേര് പുള്ളിക്ക് ഒരു നോക്കൗട്ട് ഗോളുണ്ട്, ക്രിസ്ത്യാനോക്ക് ഇപ്പോഴും ഇല്ല. ആ ഒരു മൈൻഡ് സെറ്റിൽ പലരും കളിയാക്കാറുണ്ട്. ഇനി അത് വേണ്ട,
പെനാൽറ്റി ഈസ് പെനാൽറ്റി ഒക്കെയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ പെനാൽറ്റി അങ്ങനത്തെ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ ഈക്വലൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മെസ്സിക്കും ആവശ്യത്തിൽ കൂടുതൽ നോക്കൗട്ട് പെനാൽറ്റി ഗോൾസ് ഉണ്ട്. ഓഫ് കോഴ്സ് മെസ്സി ആയാലും റൊണാൾഡോ ആയാലും പെനാൽറ്റി ഗോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗോൾ തന്നെയാണ്. അപ്പോൾ നോക്കൗട്ടിൽ ഇനി റൊണാൾഡോക്ക് ഗോളില്ല എന്നുള്ള ആ ഒരു പരിപാടി ഇനി വേണ്ട. ക്രിസ്ത്യാനോ ഗോൾ, അത് ക്രിസ്ത്യാനോ സ്കോർ ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോർച്ചുഗലിൻ്റെ ഒരു. അപ്പുറത്ത് ലുക്കാ മോഡ്രിച്ച്, വളരെ കുറച്ച് പേര് നമുക്ക് അറിയുന്നവരുള്ളൂ. പിന്നെ കൊവാസിച്ച്, ലുക്കാ മോഡ്രിച്ച്, ഗോഡിയോളൊക്കെ സബ്ബായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ പെരിസിച്ച്, പസാലിച്ച്, അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സിനെ മാത്രമേ എനിക്കറിയുള്ളൂ പേഴ്സണലി, ടു ബി ഫ്രാങ്ക് പറയാലോ. പിന്നെ ലിവാക്കോവിച്ച്, അയ്യോ ഗോൾ കീപ്പർ ലിവാക്കോവിച്ച്, ആസ് എ ബ്രസീലിയനോട് ഞാനൊരു ബ്രസീലിയനോടിയാണ്. സോ അതുകൊണ്ട് ആ ചങ്ങായിൻ്റെ പേര് ഞാൻ ഒരിക്കലും മറക്കില്ല. കഴിഞ്ഞ ലാസ്റ്റ് വേൾഡ് കപ്പിൽ ഒരിക്കലും മറക്കില്ല ആ പുള്ളിയുടെ പേര്. എന്തായാലും പിന്നെ ആ പുള്ളീനെ അറിയാം. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ലിറ്ററലി ടു ബി ഫ്രാങ്ക് പറയാലോ, പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡ് ജാവോ നവാസും വിറ്റീനിയും ബ്രൂണോയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡോമിനേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ആ ഒരു ക്ലാസ് അങ്ങോട്ട് പുറത്ത് വരുന്നില്ല. ഡോമിനേഷൻ നടക്കുന്നുണ്ട് മിഡ്ഫീൽഡ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ക്രിയേറ്റീവ് സൈഡ് നടക്കുന്നില്ല. ബ്രൂണോ ഫെർണാണ്ടസിനെ പോലത്തെ ഒരു പ്ലെയർ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് സൈഡ് അവിടെ നടത്തുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്, അത് നടക്കുന്നില്ല. പിന്നെ ജാവോ നവാസും വിറ്റീനിയും ഡിഫൻസിലോട്ട് വന്ന് ബോൾ എടുക്കുന്നുണ്ട്, അവിടെ ബോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഹാഫിലൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, PSG നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വിറ്റീനിയൊക്കെ PSG കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. ഷോട്ട് അടിക്കും, അസിസ്റ്റ് കൊടുക്കും, നല്ല സ്പേസ് ബാക്കിയുള്ളവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും, പ്ലേയേഴ്സിനെ പുള്ളിയുടെ അടുത്തോട്ട് ഡ്രാഗ് ചെയ്യും, ഓഫ് ദ ബോൾ റണ്ണ് നടത്തും. ഇങ്ങനത്തെ പരിപാടികളൊക്കെ PSG ചെയ്യുന്ന ഒരാളാണ് വിറ്റീന എന്ന് പറഞ്ഞത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വൈ കോച്ച് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറിനെ കിട്ടിയിട്ട് എന്തുകൊണ്ട് ഇത്ര യൂസ് ചെയ്യാത്തതാണോ, അതോ പുള്ളി ആ ഒരു കാലിബർ പുറത്ത് വരാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഓഫ് കോഴ്സ് രണ്ടും ഡിഫറൻ്റ് ആണ്. ക്ലബ്ബും നാഷണൽ ടീമും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അവിടെ ആകുമ്പോൾ കുറേ പ്ലേയേഴ്സുമായിട്ട് നല്ല സിങ്ക് ഉണ്ടാവും. ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, പക്ഷേ ഡേയ്സ് കുറവായി തന്നെ കുറവ്. ബട്ട് സ്റ്റിൽ വിറ്റീനിയ ഈസ് വിറ്റീനിയ. ഐ ഡോണ്ട് നോ വൈ അവിടെ നടക്കുന്നില്ല. എന്തായാലും ഫസ്റ്റ് ഹാഫിൽ ആ ഒരു മിഡ്ഫീൽഡ് ഡോമിനേഷൻ നല്ലപോലെ നടന്നതുകൊണ്ട് തന്നെ ഫൈനൽ തേർഡ് വരെ ബോൾ എത്തുന്നുണ്ടായിരുന്നു. ഓക്കെ, ക്രൊയേഷ്യ പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു ലിറ്റിൽ ബിറ്റ് വീക്കായിരുന്നു, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വീക്കായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ ക്രൊയേഷ്യ ഒരു ഇച്ചിരി സൈലൻറ്റും, പോർച്ചുഗൽ വാസ് ലിറ്റിൽ ബിറ്റ് ഡോമിനേറ്റിംഗ്. 69% ബോൾ പൊസിഷൻ ഫസ്റ്റ് ഹാഫിൽ പോർച്ചുഗലിനായിരുന്നു. വെറും 31% മാത്രമേ ക്രൊയേഷ്യയുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ പോർച്ചുഗൽ 6-7 ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, 2 ഓൺ ടാർഗറ്റ് ഉണ്ട്. മറ്റവർ 2 ഷോട്ട് എടുത്തു, ഒറ്റ ഓൺ ടാർഗറ്റ് ക്രൊയേഷ്യ ഇല്ലായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫ് ദാറ്റ് റിയലി ചേഞ്ച്. ഞാൻ പറയില്ല, സെക്കൻഡ് ഹാഫിൽ ക്രൊയേഷ്യയുടെ കോച്ച് ടീമിന് വളരെ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു. കാരണം ഗെയിം റീഡ് ചെയ്തു. ഓക്കെ, ഗെയിം റീഡ് ചെയ്ത സമയത്ത് ജാവോ നവാസ് വിറ്റീന ഇവർ രണ്ടുപേരും മിഡ്ഫീൽഡിൽ ചെറിയ കൺട്രോൾ ഉണ്ടാക്കുന്നുണ്ട് എന്നല്ലാതെ ക്രിയേറ്റീവായിട്ട് പരിപാടികളൊന്നും വരുന്നില്ല. അപ്പോൾ ഇവർ ഡിഫെൻസീവ്ലി ഒരു ലൈൻ ഒരു ഇച്ചിരി കൂടെ കയറ്റിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ലൈൻ ഇച്ചിരി കയറ്റിയിട്ട്, കാരണം ഫൈനൽ തേർഡിലോട്ട് ബോൾ വരുന്നില്ല, ക്ലാസ് പ്ലേയേഴ്സ് ആണെങ്കിൽ അവരുടെ വരുന്നില്ല. അപ്പോൾ ലൈൻ ഒരു ഇച്ചിരി തൊട്ട് കയറ്റി മിഡ്ഫീൽഡേഴ്സ് ലുക്കാ മോഡ്രിച്ചും ടീമും മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ബേസ്റ്റ് ചെയ്ത് വന്ന് വിങ്ങി കൂടെ കുറച്ചും കൂടി കളി കൂട്ടാൻ തുടങ്ങി. ഓക്കെ, ബേസ്റ്റ് ചെയ്ത് വന്ന് നേരെ വിങ്ങി കൊടുക്കുക, ക്രോസ് കൊടുക്കുക, ഹൈ ബോൾ കൊടുക്കുക. ഹൈ ബോൾ വരുന്ന സമയത്ത് പോർച്ചുഗലിൻ്റെ ഡിഫൻസ് നല്ലപോലെ ബീറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ബോൾ നടത്തി അവസാനം ഹൈബോളിലല്ലാതെ പെരിസിച്ച് 53-ാമത്തെ 54-ാമത്തെ മിനിറ്റിലേറ്റ് ഒരു ഗോൾ സ്കോർ ചെയ്ത് ക്രൊയേഷ്യ 1-0 എന്നുള്ള സ്കോറിന് മുന്നിലെത്തി. ഓക്കെ, അവരുടെ പ്ലാൻ എന്താണോ അവർ എക്സിക്യൂട്ട് ചെയ്തത്, എന്താണോ പ്ലാൻ ചെയ്തത്, അത് പ്രോപ്പറായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് മനസ്സിലായി. സെക്കൻഡ് ഹാഫിൽ ക്രൊയേഷ്യ വാസ് ലിറ്ററലി ഡോമിനേറ്റിംഗ്. ഒരു 65 മിനിറ്റ് ആയ സമയത്ത് സീരിയസ്ലി കോച്ച് ബ്രൂണോ ഫെർണാണ്ടസിനെ വിറ്റീനിയനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഞാൻ ആകെ അന്തം വിട്ട്. ബ്രൂണോനെ, വിറ്റീനിയ ഓക്കെ, നമ്മുടെ റൂബൻ നവാസ് അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ് വരാനുണ്ട്. ഓക്കെ, ബ്രൂണോനെ പിൻവലിച്ചത് എനിക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ടു ബി ഫ്രാങ്ക്. പിന്നെ അത് കഴിഞ്ഞു പിന്നെയാണ് മറ്റേ റൊണാൾഡോക്ക് ഒരു ഹൈ ബോൾ കിട്ടുന്നു. റൊണാൾഡോ ആ ഒരു ഹൈ ബോൾ ട്രാപ്പ് ചെയ്ത് ഷോട്ട് അടിച്ചു. ഒരു ലോഫ്റ്റഡ് ഷോട്ട് പോലെ, ഒരു ചിപ്പ് ചെയ്ത ടൈപ്പ് ഓഫ് ഷോട്ട് പോലെ ഒരു ഗോൾ അടിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഓഫ് സൈഡ് തന്നെയാണ്. അത് നമുക്ക് ആർക്കും സംശയമൊന്നുമില്ല, അത് ഓഫ് സൈഡ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കോർണറിൽ വിയേഗനെ ക്രൊയേഷ്യൻ്റെ ഒരു പ്ലെയർ ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചു എന്നും പറഞ്ഞു കണ്ട് പെനാൽറ്റി കൊടുത്തു. ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, കാരണം എനിക്ക് പോർച്ചുഗൽ ജയിക്കണം എന്ന് പേഴ്സണലി ആഗ്രഹമുള്ള ഒരാളാണ്. ക്രിസ്ത്യാനോയുടെ ഗോൾ അടിച്ചതിൽ ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. പോർച്ചുഗലിൻ്റെ ആ ഒരു വിയേഗ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലെയർ അവിടെ ഹെഡ് ചെയ്യാൻ പോകുന്നു. പോർച്ചുഗലിൻ്റെ വിയേഗ എന്ന് വെച്ചാൽ ഹെഡ് ചെയ്യാൻ പോകുന്നു. ക്രൊയേഷ്യൻ്റെ പ്ലെയർ പുറകിൽ നിന്ന് പയ്യെ ഇങ്ങനെ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വച്ചിട്ടേ ഉള്ളൂ, അത് ഒരിക്കലും മസിൽ ചെയ്തിട്ടില്ല. ജേഴ്സി ബുള്ള അവിടെ നടന്നിട്ടില്ല. അപ്പോൾ എങ്ങനെ അതൊരു പെനാൽറ്റി കൊടുത്തു? വാർ ചെക്ക് ചെയ്തിട്ടാണ് റെഫറി അത് കൊടുത്തത്. ഐ ഡോണ്ട് നോ ഹൗ അത് കൊടുത്തു എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇതുപോലത്തെ ചെറിയ ഫൗളിന് വരെ പെനാൽറ്റി കൊടുക്കണം. അത് ഔട്ട്സൈഡ് ദ ബോക്സ് ആണെങ്കിൽ ഒരിക്കലും അതൊരു ഫൗളല്ല, റെഫറി കൊടുക്കുകയില്ല. ഇൻസൈഡ് ദ ബോക്സ് ആയതുകൊണ്ട് മാത്രമാണ് അത് കൊടുത്തത്. എനിക്കറിയില്ല അത് എന്തിനത് കൊടുത്തു, അറിയില്ല. പോർച്ചുഗലിലെ ഓഡിയൻസ് ചിലപ്പോൾ എന്നെ ഹെറ്റ് ചെയ്തൊക്കെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ആസ് എ റിവ്യൂവർ ഞാൻ പറയല്ലോ, എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് എ പെനാൽറ്റി എന്നാണ്.
സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ. സോ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അത് റഫറി വാർ ചെക്ക് ചെയ്ത സമയത്ത് റഫറിക്ക് അത് പെനാൽറ്റിയാണ് തോന്നിയത്, പുള്ളി അത് കൊടുത്തു. ഓക്കെ, അതുകൊണ്ടാണ് വാർ ടീം പറഞ്ഞത് നിങ്ങൾ വാർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം മൊത്തം പെനാൽറ്റി കൊടുത്തു, അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് പറഞ്ഞു അതൊരു പെനാൽറ്റിയാണ്. അപ്പോൾ റഫറി എന്ത് ചെയ്തു, വാർ ചെക്ക് ചെയ്തു, അത് പെനാൽറ്റി കൊടുത്തു. സോ അങ്ങനെ 1-1 സ്കോർ. ക്രിസ്ത്യാനോ നോക്കൗട്ട് ഗോൾ. അങ്ങനെ ആ ഒരു പെനാൽറ്റിയിലൂടെയാണ് ക്രിസ്ത്യാനോ നോക്കൗട്ട് ഗോൾ വന്നത്. സ്ട്രൈറ്റ് ആണ് പുള്ളി അടിച്ചത്, ഗോളായി. ഇറ്റ്സ് എ വെരി ഹാപ്പി മൊമെൻറ്റ് ഫോർ അസ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അത്. പോർച്ചുഗൽ തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ക്രിസ്ത്യാനോ ഗോൾ സ്കോർ ചെയ്തത്. അത് ദാറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് 75-ാമത്തെ 80-ാമത്തെ മിനിറ്റ് ആയ സമയത്ത് ക്രിസ്ത്യാനോനെയും വലിച്ചെടി. അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു വിറ്റീനിയ ബ്രൂണോ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് 4 പേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു, ആരൊക്കെയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു. അതിൽ ഗോൺസാലോ റാമോസും വന്നില്ല. റാമോസിനെ സ്ട്രൈക്കറായിട്ട് നിർത്തിയത്. അപ്പുറത്ത് ലെഫ്റ്റിൽ റാഫേലിയോ കൺഫേം, കാരണം പുള്ളി നല്ല സ്പ്രിൻറ്റിംഗ് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്തുന്നത്. സോ അതുകൊണ്ട് റാഫേലിയോനെ അവിടെ വെച്ചു. റൈറ്റിൽ പെട്രോ നെറ്റോനെയും പിൻവലിച്ചിട്ടുണ്ട്, വേറെ ആരെയോ ഇറക്കിയിട്ടുള്ളത്. സോ അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോനെ പിൻവലിച്ചു. ഞാൻ വിചാരിച്ചു അയ്യോ അത് വേണോ, ഇച്ചിരി ടാസ്ക്കാണ്, കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ നല്ല ടച്ച് ഉണ്ട്, റിസ്ക് എടുക്കണമെന്നിങ്ങനെ തോന്നി എനിക്ക്. പിന്നെ ഗോൺസാലോ റാമോസ് അവിടെ ഉള്ളത് കൊണ്ടാണ് വലിയ രീതിയിൽ അങ്ങനെ അധികം ക്രിറ്റിസിസം അതിമ വരാതിരുന്നത്. ഓക്കെ, ഓഫ് കോഴ്സ് റാമോസിനെ ഇറക്കും. റാമോസ് ഓഫ് കോഴ്സ് ഒരു ക്ലാസ് പ്ലെയർ ആണ്. റൊണാൾഡോനെ വലിച്ചത് എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. പിന്നെ ഞാൻ പെരിസിച്ച് ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്ത സമയത്ത് ഒരു കൗണ്ടറായിട്ട് ഞാൻ പറഞ്ഞോന്നറിയില്ല, റാഫേലിയോൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ബാർമ തട്ടിപ്പോയി മോനെ, അതൊരു കിടിലം ഷോട്ടായിരുന്നു കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി അതുപോലെ. പിന്നെ അതുപോലെ തന്നെ ക്രൊയേഷ്യൻ്റെ ഒരു പ്ലെയർ ഒറ്റക്കൊരു ബോൾ ഇങ്ങനെ കൊണ്ടുപോയി മിഡിൽ നിന്ന് കൊണ്ടുപോയി, മറ്റേ ജപ്പാനിലെ ആ പ്ലെയർ ഗോൾ സ്കോർ ചെയ്തു അതേപോലെ ക്രൊയേഷ്യൻ്റെ ഉള്ള ഒറ്റക്ക് ഇങ്ങനെ ബോൾ കൊണ്ടുപോയി ഒരു ഷോട്ട് അങ്ങോട്ട് അടിച്ചു. അതും സൈഡ് പോസ്റ്റിന് തട്ടി പുറത്തോട്ട് പോയി. അതൊക്കെ ഒരു ഇതേമാതിരി ഒരു ബോൾ അങ്ങനെ കൊണ്ടുവന്ന് ഒരു ഷോട്ട് അടിച്ചു, അത് സൈഡ് പോസ്റ്റിന് തട്ടി അത് പുറത്തോട്ട് പോയി. സോ ലിറ്ററലി അതൊരു കിടിലം മാച്ചായിരുന്നു. ഈ ഒരു ഇൻസിഡൻറ്റുകളൊക്കെ എന്തായാലും എന്തൊരു കിടിലം പരിപാടികളായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഇറ്റ്സ് ലൈക്ക് എ ബ്ലോക്ക് ബസ്റ്റർ മാച്ച് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാച്ച് ആയിരുന്നു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വലിയ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെയാണ് 90+3 മിനിറ്റ് ആയ സമയത്ത് ഒരു കിടിലൻ ക്രോസ് ഫ്രം റാഫേൽ ലിയോ, റൈറ്റ് ഫുട്ട് കൊണ്ട് പുള്ളി ഒരു ക്രോസ് കൊടുക്കുന്നു. ഗോൺസാലോ റാമോസും ഉണ്ടായിരുന്നു, പിന്നെ 3 ഡിഫൻഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഗോൺസാലോ റാമോസ് ഹെഡ് ചെയ്ത് ഒരു ഗോൾ അടിച്ചു. അങ്ങനെ 1-2 ഉള്ളൊരു സ്കോറിന് ഗോളായി. അതൊരു വല്ലാത്ത മൊമെൻ്റ് ആയിരുന്നു പേഴ്സണലി. ദാറ്റ് വാസ് എ വെരി ഗ്രേറ്റ് മൊമെൻറ്റ് എന്നൊക്കെ പറയേണ്ടി വരും. അതൊരു കിടില മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ 2-1 സ്കോറിന് പോർച്ചുഗൽ മുന്നിലെത്തിയിട്ട് പിന്നെ ബോൾ ഹോൾഡ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികൾ ക്രൊയേഷ്യനെ അറ്റാക്ക് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. പക്ഷേ ക്രൊയേഷ്യ വാസ് സീരിയസ്ലി ദേ ആർ ഡൂയിങ്. ആ ഒരു 90+3 മിനിറ്റ് ആയ സമയത്ത് ഗോൾ വന്ന സമയത്ത് അവരങ്ങനെ തളർന്നു പോവുകയും അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ക്രൊയേഷ്യ വാസ് അറ്റാക്ക് ചെയ്യുക, മിഡ്ഫീൽഡിൽ കൊണ്ടുപോകുക, അറ്റാക്ക് ചെയ്യുക, വിങ്ങിലോട്ട് കൊടുക്കുക, പെരിസിച്ചിനും കൊടുക്കാം, മറ്റേ ആൾക്കും കൊടുക്കുക, അങ്ങനെ കൊടുത്ത് അവസാനം ഒരു ബോൾ ഒരു റൈറ്റിൽ നിന്ന് പെരിസിച്ചിൻ്റെ വന്നതെന്ന് തന്നെ ഞാൻ തോന്നുന്നു, റൈറ്റിൽ നിന്ന് ഒരു ക്രോസ് ചെയ്ത സമയത്ത് ഒരു ക്രോസ് ചെയ്തു. ആ ഒരു ബോള് എങ്ങനെ പറയാം, ഒരു മിഡ്ഫീൽഡർ ഉണ്ടായിരുന്നു ക്രൊയേഷ്യൻ്റെ, പുള്ളിയുടെ തലൻ്റെ മുടിമ തട്ടിയിട്ട് അത് പസാലിച്ചിന് കിട്ടി. പസാലിച്ച് എന്ത് ചെയ്തു, അത് നേരെ പുള്ളിയുടെ കാലും പറ്റി അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും ഗാഡിയോളിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കിയിരുന്നു. ഗാഡിയോള് ഒരു ഷോട്ട് എടുത്തു, അത് ഗോളായി. അങ്ങനെ 2-2 എന്നുള്ളൊരു സ്കോറായിട്ട് മാറി. പിന്നെ റെഫറി അത് ചെക്ക് ചെയ്ത സമയത്ത് പുള്ളിയുടെ ആ മുടിമ തട്ടിയില്ലേ, ആ മുടിമ ഫെദർ ടച്ച് കാരണം ആ ഫെദർ ടച്ച് തട്ടിയ സമയത്ത് പസാലിച്ച് ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നു. അപ്പോൾ പുള്ളി ആദ്യം ഗോൾ കൊടുത്തു, പിന്നെ വാർ ചെക്ക് ചെയ്ത സമയത്ത് ആ ഒരു സ്പൈക്കൊക്കെ നോക്കിയ സമയത്ത് ടച്ച് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഗാഡിയോളിൻ്റെത് ഓഫ് സൈഡ് ആണ്, ഗോളല്ല എന്നുള്ള കാര്യം കൺഫേം ആയി. സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ്. അത് പക്ഷേ ആ ഒരു റൊണാൾഡോൻ്റെ ആ പെനാൽറ്റി കൊടുത്ത ഇൻസിഡൻറ്റ് മാത്രമാണ് എനിക്കൊരു ചെറിയൊരു ഇതുള്ളത്. അങ്ങനെ 2-1 സ്കോറിന് തന്നെ മാച്ച് അവസാനിച്ചു. പക്ഷേ 10 മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തിട്ട് 16-17 മിനിറ്റ് അങ്ങാണ്ട് അത്രയൊക്കെ ആയിട്ടുണ്ട് ഇത് മാച്ച് നീണ്ടുകൊണ്ട് എക്സ്ട്രാ ടൈമൊക്കെ കഴിഞ്ഞ് പോയിട്ട്. ഓക്കെ, എന്തായാലും ഇതൊരു ത്രില്ലിങ് മാച്ചായിരുന്നു. ക്രൊയേഷ്യ ഓപ്പോസിറ്റുള്ളത് പോർച്ചുഗലാണോ ഇതാണെന്ന് അങ്ങനെയൊന്നുമില്ല. നോക്കൗട്ട് വന്ന സമയത്ത് അവന്മാരുടെ സ്വഭാവം തന്നെ മാറി. കിടിലൻ കളിയായിരുന്നു. എന്തായാലും നമുക്ക് ആസ് ആൻ എൻ്റർടൈനർ ഒരു കിടിലൻ മാച്ചായിരുന്നു ഇത്. പിന്നെ അതുപോലെ തന്നെ സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ മാച്ചിൽ 3-0 എന്നുള്ളൊരു സ്കോറിന് സ്പെയിൻ ജയിച്ചു. ഓയർസബാലൊക്കെ 2 ഗോൾ സ്കോർ ചെയ്ത്. പിന്നെ ലമീൻ യമാലാണ് പ്ലെയർ ഓഫ് ദ മാച്ചിലുള്ളത്. സോ അപ്പോൾ ഇനി റൗണ്ട് ഓഫ് 16 കൺഫേം ആയി, സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ. ദാറ്റ് വിൽ ബി എ ദി മാച്ച്. എന്തായാലും യുവേഫ നാഷൻസ് ലീഗിൻ്റെ ഫൈനൽ ഇവിടെ റൗണ്ട് ഓഫ് 16 വേൾഡ് കപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ റൗണ്ട് ഓഫ് 16 അനദർ കുക്ക്ഡ് മാച്ച് എന്നൊക്കെ പറയേണ്ടി വരും. ദാറ്റ്
ദാറ്റ് വിൽ ബി ആൾസോ എ ഗ്രേറ്റ് മാച്ച്. സിനിമ ഇതുപോലെയൊക്കെ ആയിരിക്കും, ഇതിലും വലുതായിരിക്കും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. എന്തായാലും വൺ സൈഡഡ് ആവാൻ ചാൻസ് ഇല്ല, ഇതിലും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. നോക്കാം എന്തായാലും. സോ കണ്ടൻസും കാര്യങ്ങളും ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ. താങ്ക് യു സോ മച്ച്.